എല്ലാവർക്കും നമസ്കാരം. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആർബിട്രാജ് സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മൾ SLBM ഉപയോഗിച്ചിട്ട് സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്നാൽ എന്ത്, ഏതൊക്കെ രീതിയിൽ നമുക്കത് ബെനിഫിഷ്യൽ ആക്കാം, സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നവർക്ക് അത് എന്തൊക്കെ ബെനിഫിറ്റാണ്, സ്റ്റോക്ക് ബോറോ ചെയ്യുന്നവർക്ക് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ട്രേഡ് കണ്ടെത്തി അതിൽ നിന്നും ഷുവർ ഷോർട്ട് പ്രോഫിറ്റിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും വിത്ത് ലെസ്സർ ക്യാപിറ്റൽ. പിന്നെ നിങ്ങൾക്ക് പലർക്കും ഈ സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ്ങിനെ പറ്റി ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പരമാവധി ഡൗട്ട്സിനെ ഞാൻ ശേഖരിച്ച് അതിന് വേണ്ടുന്ന ഉത്തരങ്ങളെല്ലാം ഞാൻ അതിൽ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റീവായിട്ട് ആ വീഡിയോ മസ്റ്റായിട്ട് കാണാം. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഞാൻ വീണ്ടും പറയുന്നു, ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കാൻ പാടുള്ളൂ. അതും ഇതുമായിട്ട് ബന്ധമില്ല എന്നാൽ പോലും ആർബിട്രാജിനെയൊക്കെ പറ്റി ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് റിവേഴ്സ് ആർബിട്രാജ് സ്ട്രാറ്റജിയാണ്. സ്റ്റോക്കിനെ ബോറോ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ റിവേഴ്സ് ആർബിട്രാജ് സ്ട്രാറ്റജിയിലൂടെ ഷുവർ ഷോർട്ട് പ്രോഫിറ്റ് കണ്ടെത്താം എന്നുള്ളതായിരുന്നു ആ സ്ട്രാറ്റജി. ഓക്കെ, സോ അത് നിങ്ങൾക്ക് മസ്റ്റാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അത് കാണാണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കരുത്. ഓക്കെ, നൗ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ഷൻ സ്ട്രാറ്റജി. അതായത് ഫ്യൂച്ചർ ടു ഫ്യൂച്ചർ, രണ്ട് ഫ്യൂച്ചേഴ്സിനെ ക്ലബ് ചെയ്തിട്ട് ഒരേ ഇൻസ്ട്രുമെൻറ്റിൻ്റെ തന്നെ രണ്ട് വ്യത്യസ്ത കോൺട്രാക്റ്റുകളുടെ, രണ്ട് വ്യത്യസ്ത മാസത്തെ കോൺട്രാക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു മോർ ലൈക്ക് ആൻ ആർബിട്രാജ് സ്ട്രാറ്റജി. ബട്ട് ഇത് ആർബിട്രാജ് സ്ട്രാറ്റജി എന്ന് പറയാൻ കഴിയില്ല, കാരണം ആർബിട്രാജ് സ്ട്രാറ്റജി എന്നൊന്ന് പ്യുവർ നമുക്ക് റിസ്ക് ഫ്രീ സ്ട്രാറ്റജിയാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിന് പ്യുവർ ആർബിട്രാജ് എന്ന് പറയാൻ കഴിയില്ല. ഇറ്റ്സ് എ സെമി ആർബിട്രാജ് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ സ്ട്രാറ്റജി. ഫ്യൂച്ചർ സ്പ്രെഡ് കോൺട്രാക്ഷൻ സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വികസിച്ചിരിക്കുന്നത്. അത് കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് അടുത്തടുത്ത് വരുന്നത്. ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഇട്ട പേരാണ് കേട്ടോ, അല്ലാണ്ട് ഫോർമലായിട്ടുള്ള പേരൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എക്സ്പ്ലനേഷൻ തരുന്നത്. സ്പ്രെഡ് കോൺട്രാക്ഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ അതിൽ തന്നെ ബോത്ത് ആർബിട്രാജ് ഓർ റിവേഴ്സ് ആർബിട്രാജ് നമുക്കിതിൽ വർക്കാകും ബേസ്ഡ് ഓൺ two futures contract. Okay, two futures contract, similar same underlying assetന്റെ രണ്ട് ഡിഫറെൻറ്റ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ്, കറണ്ട് മന്തും ഫാർ മന്തും തമ്മിലുള്ള ഒരു സ്പ്രെഡ് കോൺട്രാക്ഷൻ സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന എന്താണ്? നിങ്ങളുടെ കണ്ണ് മുമ്പിൽ ഏതൊക്കെയാണോ ഫ്യൂച്ചേഴ്സ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് അറിയണം. അതിൻ്റെ സ്പോട്ട് പ്രൈസ് എന്താണെന്ന് അറിയണം, അതിൻ്റെ കറണ്ട് മന്ത് ഫ്യൂച്ചർ എന്താണെന്ന് അറിയണം, നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ എത്രയാണെന്ന് അറിയണം, ഫാർ മന്ത് ഫ്യൂച്ചേഴ്സിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ഫീച്ചർ നമ്മുടെ കണ്ണ് മുമ്പിലുണ്ടെങ്കിലല്ലേ നമുക്ക്, അതും എല്ലാ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റും അവൈലബിൾ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റും നമ്മുടെ കണ്ണ് മുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് പ്രോബബിലിറ്റി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അതിനെന്ത് വേണം? അതിന് നമുക്ക് ഇപ്പോൾ നമ്മുടെ അതേ SLBMത്തിൻ്റെ റെൻ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ധൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്കിത് ലഭ്യമാണ്. പക്ഷെ അതിൽ നിന്നും ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ഡിറൈവ് ചെയ്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ പർപ്പസിലേക്ക് വേണ്ടിയിട്ടല്ല അത് വച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ കാണിക്കാം. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ധൻ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സിനെയൊക്കെ നമുക്ക് പ്രോബബിലിറ്റി നമ്മളൊരു വിന്നറായിട്ട് മാറ്റാൻ, ഒരു ട്രേഡിൽ നിന്ന് 10 കാശ് ഉണ്ടാക്കാൻ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഓരോ റിസർച്ചും. ആൻഡ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ ഓരോരുത്തരും ലോസിലേക്ക് കഴിയുന്നത് പോകാതെ ലാഭം കുറച്ചാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗം എന്നിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള, അല്ലെങ്കിൽ ധന്നിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നുള്ളതും കൂടി മനസ്സിലുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ അവർ ജേർണി. നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഫ്യൂച്ചേഴ്സ് ടു ഫ്യൂച്ചേഴ്സിൻ്റെ
സ്പ്രെഡിൻ്റെ കോൺട്രാക്ഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സെമി ആർബിട്രാജ് സ്ട്രാറ്റജി, എന്ത് പേരിട്ട് വേണേലും വിളിക്കാം, കാര്യം നടന്നു കിട്ടിയാൽ മതി എന്നാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോ അതിന് വേണ്ടുന്ന എന്താണ്, നമ്മളുടെ ധന്നിൻ്റെ ഓപ്ഷൻ ട്രേഡർ പോകണ്ട, ധന്നിൻ്റെ വെബ് ട്രേഡർ പ്ലാറ്റ്ഫോം നിങ്ങൾ ധൻ ലോഗിൻ ചെയ്യുക. നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഒരു ഗ്രീൻ കളർ ഐക്കണുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വന്നു. അതിൻ്റെ ഹോം പേജിൽ നിന്നും നമ്മൾ എവിടേക്കാണ് വരേണ്ടത്, റെൻ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നിട്ടുള്ള സെഗ്മെൻറ്റ് ഏറ്റവും ടോപ്പിൽ നിന്നും റൈറ്റിലേക്ക് വരുമ്പോൾ റെൻ്റ് സ്റ്റോക്ക് എന്നൊരു മെനു കാണും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ആദ്യം ലാൻഡ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും, ലൈവ് മാർക്കറ്റ് എന്നുള്ളതായിരിക്കാം. ലൈവ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ബോറോ സ്റ്റോക്ക് എന്ന് പറഞ്ഞു, നിങ്ങളൊന്നും ബോറോ ചെയ്തില്ല, അത് ചെയ്യേണ്ടുന്നത് എങ്ങനെയാണെന്നും ആ സ്ട്രാറ്റജിയെ പറ്റി ഞാൻ പ്രീവിയസ് ക്ലാസ് തന്നു കഴിഞ്ഞു. ഇത് നമുക്ക് ഫ്യൂച്ചേഴ്സ് 3 ഡിഫറെൻറ്റ് ഫ്യൂച്ചേഴ്സും കറണ്ട് സ്പോട്ട് പ്രൈസ് ഉൾപ്പെടെ ഉള്ളതിൻ്റെ ലിസ്റ്റ് പെട്ടെന്ന് വാച്ച് ചെയ്യാനുള്ള എളുപ്പ മാർഗ്ഗമാണ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വിൻഡോയെ കാണുന്നത്. ഓക്കെ, അത് ബോറോ സ്റ്റോക്സ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇവിടെ ഓരോ സ്ക്രിപ്റ്റിൻ്റെ പേര് കാണാൻ കഴിയും. കണ്ടോ, ഏഷ്യൻ പെയിൻറ്റ്സ്, ബജാജ് ഹോൾഡിങ്സ്, ഐഷർ മോട്ടോഴ്സ്, കോൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്യൂച്ചേഴ്സിൽ ഏതൊക്കെ ഇക്വിറ്റീസിന് ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റിലുള്ള എല്ലാ സ്റ്റോക്സിൻ്റെയും ഇവിടെ കൃത്യമായിട്ട് നമുക്ക് സ്റ്റോക്ക് കാണാൻ പറ്റും, പേരറിയാം, സ്പോട്ട് പ്രൈസ്, ഇന്നത്തെ ദിവസത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്താണെന്നറിയാം. അതേ മാസത്തെ കറണ്ട് മന്തിൻ്റെ ഫ്യൂച്ചേഴ്സ് പ്രൈസ് അറിയാൻ കഴിയും. അതേ ഇൻസ്ട്രുമെൻറ്റിൻ്റെ തന്നെ നെക്സ്റ്റ് മന്തിൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് അറിയാൻ കഴിയും. അതിൻ്റെ തന്നെ ഫാർ മന്ത് ഫ്യൂച്ചേഴ്സ്, മൊത്തം 3 മന്ത് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, കറണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത് ഫ്യൂച്ചേഴ്സ്. ഇങ്ങനെ 3 മന്തിൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് വേരിയേഷൻസ് ഫ്രം സ്പോട്ട് പ്രൈസിൽ നിന്നും ഇതിനൊക്കെ എത്ര വേരിയേഷൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിൾ ഓരോന്നും നമുക്ക് എടുത്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ അദാനി എൻ്റർപ്രൈസസ് സ്പോട്ട് പ്രൈസ് എത്രയാണ്, 2740. കണ്ടോ, അതിൻ്റെ കറണ്ട് മന്ത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതിൽ നിന്നും 59 രൂപ മൈനസിൽ ട്രേഡ് ചെയ്യുന്നു. അതിൻ്റെ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ ആണെങ്കിലോ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 51.70 രൂപ മുകളിൽ ട്രേഡ് ചെയ്യുന്നു. സോ അതിൻ്റെ ഫാർ മന്ത് ആണെങ്കിലോ അതും അതേമാതിരി കറണ്ട് മന്ത് ഫ്യൂച്ചറിൻ്റെ 24 രൂപ മുകളിൽ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, 2 കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടുന്ന പോയിന്റ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടുന്ന പോയിന്റ് എന്താണ്, ഈ ഒരു കമ്പനിയുടെ കറണ്ട് സ്പോട്ട് മാർക്കറ്റിൽ നിന്നും കറണ്ട് മന്ത് ഫ്യൂച്ചറിൻ്റെ ഡിഫറൻസും അതിൻ്റെ തൊട്ടടുത്ത മന്ത് ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. സ്പോട്ടിൽ നിന്നും 51.70 രൂപ മുകളിലേക്ക് നിൽക്കുന്നു. ആര് മുകളിലേക്ക് നിൽക്കുന്നു, ഫ്യൂച്ചേഴ്സ് പ്രൈസ് കൂടി നിൽക്കുന്നു. ഓക്കെ, അതിൻ്റെ തന്നെ കറണ്ട് മന്ത് ഫ്യൂച്ചർ ആണെങ്കിലോ 2.1%, അതായത് 59 രൂപ താഴെ നിൽക്കുന്നു. കറണ്ട് മന്ത് 2.1% ഡൗണിൽ നിൽക്കുന്നു. നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ എത്ര നിൽക്കുന്നു, 1.89% അപ്സൈഡിൽ നിൽക്കുന്നു സ്പോട്ടിൽ നിന്നും. ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം എന്താണ്, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത് കറണ്ട് മന്ത് ഫ്യൂച്ചറും തൊട്ടടുത്ത മന്ത് ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും. അപ്പോൾ ഈ 2.15% പ്ലസ് 1.89% ആഡ് ചെയ്യണ്ടേ, കാരണം ഇത് മൈനസിൽ നിൽക്കുകയാണ്. അപ്പോൾ 59, ഇത് പ്ലസ് 51, അപ്പോൾ 50 ഏതാണ്ട് 110 പോയിൻറ്റിൻ്റെ ഡിഫറൻസിലാണ് ഇവർ തമ്മിലുള്ള നിൽപ്പ്. കണ്ടോ, അപ്പോൾ സ്പോട്ടും അല്ലെങ്കിൽ കറണ്ട് മന്ത് ഫ്യൂച്ചറും നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 110 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. 110 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അദാനി എൻ്റർപ്രൈസസിൻ്റെ ഒരു ലോട്ട് എത്രയാണ്, സപ്പോസ് ഈ ഒരു ഇതിൻ്റെ നോക്കൂ, അദാനി ENT നോക്കിയാൽ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കിയാൽ ഒരു ലോട്ടിന് 309 ക്വാണ്ടിറ്റിയാണ്. 309 ക്വാണ്ടിറ്റി ഉള്ള ഒരു ലോട്ടിന് 309 ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ എത്രയാണ്, ഓൾമോസ്റ്റ് 59 + 51 ഓൾമോസ്റ്റ് എത്രയാണ്, 110 അല്ലേ. 110 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസിൽ നിൽക്കുകയാണ്. ഈ 110 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഇൻറ്റു എത്രയാ,
309 ഒരു ലോട്ടിൻ്റെ സൈസ് 309 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 309 ഇൻറ്റു 110 നോക്കിയാൽ ഓൾമോസ്റ്റ് 33,000 റുപ്പീസിൻ്റെ ഒരു എന്താ പറയുക സാധ്യത. അത്രയും ഇത് തമ്മിൽ മെർജ് ആകുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻ നമുക്കത് വേണ്ട. അതിൻ്റെ 50% നിങ്ങൾ എടുക്കൂ. 50% നിങ്ങൾ എടുത്താൽ ഡിവൈഡഡ് ബൈ 2 കൊടുത്തു കഴിഞ്ഞാൽ എത്രയാ? 16,000 റുപ്പീസ്. നമുക്ക് 50% പ്രോബബിലിറ്റി കിട്ടിയാൽ പോലും ഏതാണ്ട് 16,000 രൂപ നമുക്ക് ലാഭമുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. ഇതിന് വേണ്ടി മാത്രമല്ല, ഞാൻ അത് എങ്ങനെയാണ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വിന്നിങ് പ്രോബബിലിറ്റി കിട്ടാൻ എത്ര നമുക്ക് മാക്സിമം പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? അറൗണ്ട് 30,000 റുപ്പീസ്. ഓക്കെ, സോ 33,000. അതിന് നമുക്ക് അത്രയും ടാർഗറ്റ് ചെയ്യണ്ട, അതിൻ്റെ പകുതിയോളം നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അറൗണ്ട് 15,000 റുപ്പീസ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് അന്വേഷിക്കണ്ടേ? അതിന് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതും നമുക്കിവിടെ കൃത്യമായിട്ട് ഡേറ്റ എടുക്കാം. നേരെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക, സ്ട്രാറ്റജി ബിൽഡറിലേക്ക് പോവുക, ഓപ്ഷൻ സ്ട്രാറ്റജി ബിൽഡറിലേക്ക് പോവുക. അവിടെ പോയിട്ട് അവിടെ നിന്ന് സ്ട്രാറ്റജി ബിൽഡറിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് അദാനി നോക്കൂ. ഇവിടെ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അദാനി എൻ്റർപ്രൈസസ് കൊടുത്തിട്ട് നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ആഡ് ന്യൂ ഫ്യൂച്ചേഴ്സ് നമ്മൾ നോക്കുന്നു. കറണ്ട് മന്തും നെക്സ്റ്റ് മന്തും തമ്മിലുള്ള ഫ്യൂച്ചേഴ്സും നമ്മളിവിടെ ഈക്വിറ്റിയായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ആകെ ഒരേ സ്റ്റോക്ക് തന്നെയാണ്. അതിൻ്റെ അണ്ടർലൈങ് അസറ്റ് ഒരു കമ്പനി തന്നെയാണ്. അതിൻ്റെ തന്നെ 2 ഫ്യൂച്ചേഴ്സിന് 2 മന്ത് ഡിഫറെൻറ്റ് മന്ത് കാലണ്ടർ സ്പ്രെഡ് എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. കാലണ്ടർ സ്പ്രെഡ് കോൺട്രാക്ഷൻ സ്ട്രാറ്റജി അങ്ങനെ വേണമെങ്കിലും നിങ്ങൾ വെച്ചോളൂ. കാലണ്ടേഴ്സ് 2 ഡിഫറെൻറ്റ് മന്ത്സിൻ്റെ കോൺട്രാക്ട്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നിനെ വാങ്ങുന്നു, ഒന്നിനെ വിൽക്കുന്നു. അപ്പോൾ ഇവിടെ കൂടിയ വിലയിലുള്ളത് ഏതാണ്? കൂടിയ വിലയിലുള്ളത് രണ്ടാമത്തെ കൂടിയ വിലയിൽ നിൽക്കുന്നത് ഏതാണ്? സെക്കൻഡ് മന്ത്. ഇതിപ്പോൾ മെയ് മന്ത്, ജൂൺ, ജൂലൈ 3 മാസത്തെ കോൺട്രാക്റ്റ് ഉണ്ട്. കറണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ ഇവിടെ എത്രയാണ്? കൂടി നിൽക്കുകയാണ്. സോ ആ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ ഇവിടെ നിങ്ങൾ നോക്കിയറിയാം. ജൂൺ മന്ത് ഫ്യൂച്ചർ ഇറ്റ് ഈസ് ബീൻ ഇൻക്രീസ്ഡ് അല്ലേ? അപ്പോൾ ജൂൺ, ജൂലൈ ഇതിലിപ്പോൾ ഒരു ഓഫ്ലൈൻ മാർക്കറ്റ് ആയതുകൊണ്ട് ഡിഫറെൻറ്റ് വേരിയേഷനിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ബൈ ചെയ്തിട്ട് കറണ്ട് മന്ത് ഫ്യൂച്ചർ സെല്ല് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ നോക്കൂ 33,000 ഞാൻ പറഞ്ഞു. നോക്കൂ ഇവിടെ 34,000 അപ്രോക്സിമേറ്റ്ലി അറൗണ്ട്. ഇതിൻ്റെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നോക്കൂ. നമ്മൾ എന്താ ചെയ്തത്? ജൂൺ മന്ത് ഫ്യൂച്ചറിനെ ബൈ ചെയ്തു. ജൂൺ മന്ത് ബിക്കോസ് ജൂൺ മന്ത് ഫ്യൂച്ചർ ഇവിടെ എന്താണ് വില? ഏതാണ് കൂടി നിൽക്കുന്നത്? ജൂൺ മന്ത് ഫ്യൂച്ചേഴ്സ് നമ്മൾ വില കുറഞ്ഞു നിൽക്കുന്നത് ജൂൺ മന്ത് ഫ്യൂച്ചർ നമ്മൾ ബൈ ചെയ്തു. വില കൂടി നിൽക്കുന്നത് ഏതാണ്? കറണ്ട് മന്ത് ഫ്യൂച്ചർ. കറണ്ട് മന്ത് ഫ്യൂച്ചർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ വില കുറഞ്ഞു നിൽക്കുന്നത് നമ്മൾ ബൈ ചെയ്യുന്നു, വില കൂടി നിൽക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം. അത് രണ്ടും തമ്മിൽ സെല്ലും ബൈയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് ഇത് മന്ത് എൻഡോടുകൂടി ഇത് നാരോ ഡൗൺ ചെയ്തിട്ട് ഈ ഗ്യാപ്പ് അറൗണ്ട് 51 or 100 റുപ്പീസ് ഗ്യാപ്പ് കുറഞ്ഞ് ഓൾമോസ്റ്റ് ചിലപ്പോൾ 100 ആവാം, ചിലപ്പോൾ 50 റുപ്പീസിൻ്റെ ഗ്യാപ്പിലേക്ക് മാറാം, ചിലപ്പോൾ അത് ഓൺ സം എക്സ്ട്രാordinary സിറ്റുവേഷൻസിൽ ഈ 2 സ്പ്രെഡും ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പ്യുവർ ആർബിട്രേജ് സ്ട്രാറ്റജി അല്ല എന്ന് പറയുന്നത്. സം കേസസിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വികസിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് ലോസും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നെഗ്ലിജിബിൾ ലോസ് ആയിരിക്കും, നോട്ട് ബിഗ്ഗർ ലോസ്. ബിക്കോസ് ഏതെങ്കിലും ഒരു കാരണം ഇത് രണ്ടിൻ്റെയും അണ്ടർലൈങ് അസറ്റ് ഏതാണ്? ഒന്ന് തന്നെയാണ്, സ്റ്റോക്ക് തന്നെയാണ് അതിൻ്റെ അണ്ടർലൈങ് അസറ്റ്. ആ സ്റ്റോക്കിന് എന്ത് സംഭവിക്കുന്നുവോ അതനുസരിച്ചിട്ടല്ലേ അതിൻ്റെ ഫ്യൂച്ചേഴ്സിന് ബാധിക്കാൻ, അതിൻ്റെ ഫ്യൂച്ചേഴ്സിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അതിലും ചില സാഹചര്യങ്ങളിലാണ്, എല്ലാ സ്റ്റോക്സിനും അങ്ങനെയല്ല, ചില സാഹചര്യങ്ങളിൽ രണ്ട് ദിശയിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിലെ ആർബിട്രേജ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രോഫിറ്റിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട 33,000 അല്ല, അറൗണ്ട് 34,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ടാർഗറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ 50% നമുക്ക് ടാർഗറ്റ് ചെയ്താലും അറൗണ്ട് 15,000 to 16,000 ആൻഡ് എബോവ് നമുക്ക് പ്രോഫിറ്റ് പ്രോബബിലിറ്റി ഉണ്ട്.
ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നോക്കൂ, വെറും 30,000 രൂപ മതി നമുക്ക്. 2 ഫ്യൂച്ചേഴ്സിനെ ഒന്ന് ബൈയും ഒന്ന് സെല്ലും ചെയ്ത് നമുക്ക് നിലനിർത്താൻ നമുക്ക് റിക്വയർഡ് ക്യാപിറ്റലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് പോയിട്ട് ആക്ച്വലി റിക്വയർമെൻറ്റ് 4.25 ലക്ഷം രൂപ വേണം. പക്ഷേ അത് രണ്ടും കൂടി ഹെഡ്ജഡായിട്ട് നമുക്ക് വെറും ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്ന ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വെറും 30,000 രൂപയേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്ട്രുമെൻസും ഏതാണ്ട് ഇതേ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. 30,000 അല്ലെങ്കിൽ 40,000 നമുക്ക് ടോട്ടലി ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വരത്തുള്ളൂ. അതിൽ നിന്ന് ഒരു 10,000 നിങ്ങൾ 16,000 20,000 ഒന്നും പോകണ്ട. 30,000 നിന്ന് നിങ്ങൾക്കൊരു 3,000 രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ തന്നെ എത്ര പെർസെൻറ്റേജായി? 10% ആയി. അതേ ഒരു 6,000 രൂപയാണെങ്കിൽ 20% ആയി. നിങ്ങളുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ 20%, അതും ഷോർട്ട് പീരീഡ്, ഒരു മാസം നിങ്ങൾ. പക്ഷേ ഇത് ഈ ഡിപ്ലോയ് ചെയ്ത് സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്താൽ ഉടനെ നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് നിങ്ങൾ കണ്ടെന്ന് വരത്തില്ല. മിനിമം ഒരാഴ്ചക്കുള്ളിലെങ്കിൽ നിങ്ങൾ നല്ല റീസണബിൾ പ്രോഫിറ്റിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് ബെനിഫിറ്റ് നോക്കൂ, 110% ആണ്. ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ റിക്വയർഡ് ക്യാപിറ്റൽ 30,000 ഉള്ളൂ, എന്നാൽ പ്രോഫിറ്റ് പ്രോബബിലിറ്റി 34,000 രൂപ കാണിക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ 110% ലാഭത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ സ്ട്രാറ്റജി കാണിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഇതേ രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് പ്രോബബിലിറ്റി കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കൂ. അതും ഇത്ര ഹൈ ആയിട്ടുള്ള സ്ട്രാറ്റജി ഒരു സ്ട്രാറ്റജിയിലും കാണത്തില്ല. ഇത് സീക്രട്ട് സ്ട്രാറ്റജിയാണ്. ഇതേ സ്ട്രാറ്റജി ഞാനിപ്പോൾ കഴിഞ്ഞ 3-4 ട്രേഡ്സ് മാത്രമല്ല, എന്നെ നേരിട്ട് ബന്ധപ്പെടുന്ന എനിക്ക് എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ കുറച്ച് പേർക്ക് ഈ സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരെല്ലാവരും ഇതേ സ്ട്രാറ്റജിയിൽ സക്സസ്ഫുള്ളായിട്ട് പോകുന്നുമുണ്ട്. സോ ആ ഒരു വെളിച്ചത്തിലും കൂടിയാണ് ഞാൻ ഇത് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അതാണ്. നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ആരെയും ആശ്രയിക്കേണ്ട. ഈ വീഡിയോ റിപ്പീറ്റഡായിട്ട് കണ്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. വൺസ് അഗെയിൻ നമുക്ക് തിരിച്ച് ഒരിക്കൽ കൂടി എങ്ങനെയാണ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വിധം ഒരിക്കൽ കൂടി പറയാം. സ്പോട്ട് മാർക്കറ്റിനെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫ്യൂച്ചേഴ്സ്, നമുക്കിപ്പോൾ കറണ്ട് ഫ്യൂച്ചർ, ഇപ്പോൾ ഏറ്റവും ഇനി ഫൈനൽ മന്ത് ഫ്യൂച്ചർ, ലാസ്റ്റ് മന്ത് ഫ്യൂച്ചറും ഫസ്റ്റ് മന്ത് ഫ്യൂച്ചറും തമ്മിൽ മെർജ് ചെയ്യിപ്പിച്ചാൽ എങ്ങനെയാണ് പ്രോബബിലിറ്റി നോക്കാം. അതിന് വേണ്ടുന്നത് എന്താണ്? ആദ്യം ഏറ്റവും ലാസ്റ്റ് മന്ത് ഫ്യൂച്ചറിൽ ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് വാല്യൂവിൽ നിൽക്കുന്ന ഏതാണെന്ന് നോക്കണം. സ്പോട്ടിൽ നിന്നും കൂടുതൽ ഡിഫറൻസസ് ഉള്ളത് ഏതാണെന്ന് നോക്കണം. അതിനിടയിൽ തന്നെ ഇത് ഹയസ്റ്റും ഇത് ലോവസ്റ്റും നിൽക്കുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ. അത് തന്നെ അദാനി എൻ്റർപ്രൈസസ് തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. കറണ്ട് മന്ത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് 59 rupees മൈനസ് ലാസ്റ്റ് മന്ത് ഫ്യൂച്ചർ, അല്ലെങ്കിൽ തൊട്ടടുത്ത മന്ത്, ലാസ്റ്റ് മന്തും തൊട്ടടുത്ത മന്ത് ഫ്യൂച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നല്ല ഡിഫറൻസിലാണ് നിൽക്കുന്നത്. ഇത് ഹയ്യസ്റ്റിൽ നിൽക്കുന്ന സ്റ്റോക്ക് ഏതാണെന്ന് നോക്കൂ. ഇവിടെ ഒരു സ്റ്റോക്ക് കാണുന്നു, വോഡാഫോൺ നോക്കൂ. വോഡാഫോണ് സ്പോട്ട് പ്രൈസ് 13.60 രൂപ. കറണ്ട് മന്ത് ഫ്യൂച്ചർ എത്രയാ? 0.16%. പക്ഷേ ലാസ്റ്റ് മന്ത് ഫ്യൂച്ചർ എത്രയാ? 0.68%. ഡിഫറൻസ് ഉണ്ട്. 5%, 68% അല്ല, 68 പോയിൻറ്റ്സ്, അതായത് 5% ഡിഫറൻസ് ഉണ്ട്. സ്പോട്ടിൽ നിന്നും 5% ഡിഫറൻസസ് ഉണ്ട് ഫാർ മന്ത് ഫ്യൂച്ചറിന്. കറണ്ട് മന്ത് ഫ്യൂച്ചറിനാണെങ്കിലോ 1.8% ഡിഫറൻസ് തമ്മിലുള്ള 1.18%, അതായത് 1%, ഏതാണ്ട് 4% ഡിഫറൻസ് ഉണ്ട്. 4% ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യണം? ഈ സ്ട്രാറ്റജിയിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്താണ്? അപ്പോൾ നേരെ നമ്മുടെ സ്ട്രാറ്റജി ബിൽഡറിൽ പോവുക. സ്ട്രാറ്റജി ബിൽഡറിൽ പോയിട്ട് ജൂലൈ മന്ത് ഫ്യൂച്ചർ, അതായത് ഏറ്റവും ഫാർ മന്ത് ഫ്യൂച്ചർ, വില കൂടി നിൽക്കുന്ന ഫ്യൂച്ചറിനെ സെല്ല് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ്, വില കൂടി നിൽക്കുന്നതിനെ സെല്ല് ചെയ്യുന്നു, ഏറ്റവും വില കുറഞ്ഞു നിൽക്കുന്ന ഫ്യൂച്ചറിനെ ബൈയും ചെയ്യുന്നു. സ്ട്രാറ്റജി കഴിഞ്ഞു. ഇത്രയും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഐഡിയ വന്നു, ഫ്യൂച്ചേഴ്സിലേക്ക് പോയിട്ട് ഇത് ഓപ്ഷൻ ചെയിനാണ്. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ക്ലിക്ക് ചെയ്താൽ ഫ്യൂച്ചേഴ്സ് വരും. ഫാർ മന്ത് ഫ്യൂച്ചേഴ്സ്, കറണ്ട് മന്ത് ഫ്യൂച്ചർ. ഫാർ മന്ത് ഫ്യൂച്ചർ 13 രൂപയ്ക്ക് ഇപ്പോൾ റൺ ചെയ്യുന്നു. മാർക്കറ്റ് ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് ഇത് 0 കാണുന്നത്. 13 രൂപ 10 പൈസ. കറണ്ട് മന്ത് 12 രൂപ 90 പൈസ. ഫാർ മന്ത് ഫ്യൂച്ചർ, വില കൂടിയ ഫ്യൂച്ചറിനെ എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. വില കൂടിയതിനെ വിൽക്കുന്നു. കൂടിയ മാർക്കറ്റിൽ നമ്മൾ വിൽക്കുന്നു, സെല്ല് ചെയ്തു.
കറണ്ട് മന്ത് ആണ് ഇപ്പോൾ വില കുറഞ്ഞു നിൽക്കുന്നത്, അതിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ബൈ ചെയ്യുന്നു. ഇത് ബൈയും ചെയ്താൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഇത് നോക്കൂ, ഹെഡ്ജ്. പക്ഷേ ഇത് ഹൈ മാർജിൻ റിക്വയർമെൻറ്റ്, അതായത് നോർമലി ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റീസ് ഒരുപാട് കൂടുതലായതുകൊണ്ട് ഇത് ആക്ച്വൽ റിക്വയർമെൻറ്റ് 8,89,000 രൂപ വേണ്ടി വരുന്നു. അവിടെ ഇത് നമ്മളുടെ ഹെഡ്ജ് ബെനിഫിറ്റ് പോയിട്ട് 1,33,000 വേണ്ടി വരുന്നു. ദാറ്റ് ഈസ് വൺ റീസൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം ഇത്രയും വലിയ എമൗണ്ട് വേണ്ട, നമുക്ക് വേറെ സ്റ്റോക്ക് നോക്കാം. ഇനി വേറെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിലോ, അടുത്തത് ഇവിടെ നിന്ന് നോക്കി വരാം. ഇവിടെ കറണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഏറ്റവും ഇങ്ങനെ നമ്മൾ നോക്കി വരണം. നോക്കി ഓരോ സ്റ്റോക്സും നമ്മൾ നോക്കി വന്നാലേ നമുക്ക് അതിൻ്റെ ഡിഫറൻസസ് വഴി നമുക്ക് ഇതറിയാൻ പറ്റത്തുള്ളൂ. കറണ്ട് മന്തും ഫാർ മന്തും തമ്മിലുള്ള വേരിയേഷൻ നോക്കി വരണം. അപ്പോൾ ഇത് ആദ്യത്തേത് 7.2%, 5.2. ഫാർ മന്ത് കുറവാണ് കറണ്ട് മന്തിനേക്കാൾ, സോ ലീവ് ഇറ്റ്. അപ്പോൾ റിവേഴ്സ് ആർബിട്രാജ് ഉണ്ട്, അത് നമുക്ക് പിന്നെ ഇതേമാതിരി തന്നെ കറണ്ട് മന്ത് നല്ലോണം കുറഞ്ഞ് സ്പോട്ടിനേക്കാളും കുറഞ്ഞിരിക്കും, എല്ലാം എന്തും കുറഞ്ഞിരിക്കും. അപ്പോൾ അത് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഏറ്റവും കുറഞ്ഞതിനെ ബൈ ചെയ്യുക, ഏറ്റവും കൂടിയതിനെ സെല്ലും ചെയ്യുക. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ മന്ത്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും, വിലയാണ് ഇതിൻ്റെ പ്രാധാന്യം. ഏത് മാസം എന്നുള്ളത് പോലും നോക്കേണ്ട കാര്യമില്ല. റേറ്റ് മൊത്തം 3 മാസങ്ങളേ ഉള്ളൂ, കറണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്. അതിൽ ഏതിൽ വേണമെങ്കിലും, ഏതിലാണോ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് അതിനെ വിൽക്കുക, ഏറ്റവും ലോവസ്റ്റ് റേറ്റ് വാങ്ങുക. ഇതാണ് കൺസെപ്റ്റ്. ഇത് നോട്ട് ഓൺലി ഈക്വിറ്റി, നിങ്ങൾക്ക് കമോഡിറ്റി മാർക്കറ്റിൽ, അതും എസ്പെഷ്യലി നാച്ചുറൽ ഗ്യാസിലാണ് ഇത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആകുക. പിന്നെ എസ്പെഷ്യലി ഈ സ്ട്രാറ്റജീസ് കഴിയുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, അതായത് നെക്സ്റ്റ് ഓരോ മന്ത് എക്സ്പയറി കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് ഡേ ഓർ സെക്കൻഡ് ഡേ തന്നെ നിങ്ങൾ ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാനും ശ്രമിക്കുക. അതൊരു കീ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. കാരണം അപ്പോൾ മാത്രമേ മാസം അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും സ്പ്രെഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ മാസത്തിൻ്റെ തുടക്കത്തിൽ നല്ല വലിയ സ്പ്രെഡായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ, ഈ സ്ട്രാറ്റജി മാക്സിമം ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ സ്ട്രാറ്റജിയിലേക്ക് ഇറങ്ങുക. മാസം അവസാനം വരെയും നമ്മൾ ഇതിനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല പ്രോഫിറ്റിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്ന പ്രോബബിലിറ്റി കൂടുതലാണ്. വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു റെക്കമെൻഡേഷനും അല്ല പറയുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ അഡ്വൈസ്. ഇത് ഒരു സ്ട്രാറ്റജി, എനിക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ച, എക്സ്പെരിമെൻ്റ് ചെയ്ത, പ്രൂഫുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അത് ഞാൻ പാസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കിവിടെ നോക്കാം, ഓരോന്നിൻ്റെ ഡിഫറൻസ് നോക്കാം. ഈ ഒരു സ്റ്റോക്ക് പേര് പോലും നോക്കണ്ട, ഓരോ സ്റ്റോക്കും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. കാരണം ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റി ഈക്വൽ, ഇത് നോക്കൂ, 6%, 4%, 5%, ഓൾമോസ്റ്റ് ചെറിയ ഡിഫറൻസസേ ഉള്ളൂ. നമുക്ക് അതിൽ നിന്നും വലിയ ബെനിഫിറ്റ് കിട്ടാനില്ല. സോ ലീവ് ചെയ്യുക. കഴിയുന്നതും ആർബിട്രാജ് സ്ട്രാറ്റജി എല്ലാറ്റിനും നമുക്ക് ഓപ്പർച്യൂണിറ്റി, സ്ട്രാറ്റജി അല്ല, ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ചില സാഹചര്യങ്ങളിൽ മാത്രമേ ചില പെർട്ടിക്കുലർ സ്റ്റോക്സിൻ്റെ ഫ്യൂച്ചേഴ്സിന് ഹ്യൂജ് ഡിഫറൻസ് വരാൻ സാധ്യതയുള്ളൂ. അത്തരം സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ ആ ഒരു സ്റ്റോക്ക് കണ്ടെത്തിയിട്ട് വേണം, അതിനകത്ത് വേണം നമ്മൾ ആർബിട്രാജ്, ഈ പറയുന്ന സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യാൻ. എല്ലാത്തിനും ഡിഫറൻസസ് ഉണ്ടായിരിക്കും, പക്ഷേ മൈനർ ഡിഫറൻസ് ഉള്ളതിൽ നമ്മൾ പോയി ചെയ്യാൻ പാടില്ല. കാരണം സ്പ്രെഡിൻ്റെ വാല്യൂ നോക്കൂ, കറണ്ട് മന്തും ഫാർ മന്തും നെക്സ്റ്റ് മന്തും ഒക്കെ ഏതാണ്ട് സമമായിട്ട് നിൽക്കുന്നത് ഉപയോഗിക്കരുത്, അത് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3.9 ഇത് നോക്കൂ, ഇത് നല്ലൊരു ഒരു ആർബിട്രാജ് സ്ട്രാറ്റജിക്ക് സാധ്യതയുണ്ട്. ഇത് എന്ത് ചെയ്യാം, നമുക്ക് ഇത് കറണ്ട് മന്ത് വില കൂടി നിൽക്കുന്നു, ഏതാണ്ട് 3%. ഇതിപ്പോൾ ഹൈലി മാർക്കറ്റ്, ഓപ്പൺ മാർക്കറ്റ്, ലൈവ് മാർക്കറ്റിലേ നമുക്ക് ക്ലാരിറ്റിയോടുകൂടി അറിയാൻ പറ്റത്തുള്ളൂ. ഓഫ്ലൈൻ മാർക്കറ്റിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ വീഡിയോസിന് ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും, നമുക്ക് വാല്യൂസൊക്കെ മാറിക്കൊണ്ടിരിക്കും. സപ്പോസ് ഇപ്പോൾ ഇപ്പോൾ നമുക്കിതിൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും ഹ്യൂജ് ഡിഫറൻസ് വരുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ഈ മൂന്നും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹ്യൂജ് ഡിഫറൻസ്, സ്പോട്ടിൽ നിന്നും ഹ്യൂജ് ഡിഫറൻസ് വരുന്ന സ്റ്റോക്സ് ഏതെങ്കിലും ഉണ്ടോ നോക്കുക, പരിശോധിക്കുക. ഇവിടെ ഒന്ന് കിടക്കുന്നു നോക്കൂ, ജൂബിലിയൻറ്റ് ഫുഡ് വർക്ക് നോക്കൂ, കറണ്ട് മന്തിന് 0.24%, എന്നാൽ ഫാർ മന്തിന് 2.97%. ഡിഫറൻസ്. കറണ്ട് മന്തിന് വെറും ₹1.10 ഡിഫറൻസേ ഉള്ളൂ സ്പോട്ടിൽ നിന്നും. പക്ഷേ അതേ സ്പോട്ടിൽ നിന്നും ഫ്യൂച്ചേഴ്സ് പ്രൈസിന് ₹13.70 ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ലോട്ട് സൈസ് എത്രയാണ്, അതാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ടത്. ജൂബിലിയൻറ്റ് ഫുഡ് വർക്ക്സ്.
ജൂബിലിയൻ ഫുഡ് വർക്ക് ചുമ്മാ ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 1250 നോക്കൂ എത്ര ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 1250 ക്വാണ്ടിറ്റി. അപ്പോൾ ജൂബിലിയൻ ഫുഡ് വർക്ക്സിൻ്റെ നോക്കൂ 13 രൂപയുടെ ഡിഫറൻസ് സ്പോട്ടിൽ നിന്നും ഫാർ മന്ത് ഫ്യൂച്ചറിന് 13 രൂപ ഡിഫറൻസ്. സ്പോട്ടിൽ നിന്നും കറണ്ട് മന്ത് ഫ്യൂച്ചറിൻ്റെ ഡിഫറൻസ് ഇപ്പം നിൽക്കുന്ന എത്ര വെറും 1 രൂപ. അതിനർത്ഥം എന്താണ്? അത് കഴിഞ്ഞിട്ട് കറണ്ട് മന്തും നെക്സ്റ്റ് മന്തും തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ, അത് 9 രൂപ ഡിഫറൻസിൽ നിൽക്കുന്നു. അത് ഈ മാസം അവസാനിക്കുമ്പോൾ ഈ 9 രൂപ എന്ന് പറയുന്നത് ഒരു 8 രൂപയോളം താഴ്ന്നു എന്ന് വെച്ചോളൂ. 8 രൂപയോ അതിന് 7 രൂപയോളം താഴ്ന്നു എന്നാൽ 13നും. അപ്പം നിങ്ങൾ എങ്ങനെ നിങ്ങൾ ടാർഗറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടോട്ടലി 13 രൂപ കാൽക്കുലേറ്റ് ചെയ്യരുത്. നമ്മൾക്ക് നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറിൻ്റെയും കറണ്ട് സ്പോട്ടിൻ്റെയും തമ്മിലുള്ള വേരിയേഷൻ എത്രയാണ്? ഏതാണ്ട് ഇപ്പോൾ 9 രൂപ നിൽക്കുന്നു. ഈ കറണ്ട് മന്തിൻ്റെയും സ്പോട്ടിൻ്റെയും തമ്മിലുള്ള വേരിയേഷൻ വെറും 1 രൂപയുടെ വ്യത്യാസത്തിൽ നിൽക്കുന്നു. ഇനി ഇതിൻ്റെ ലോജിക്ക് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക? നമ്മൾ കറണ്ട് മന്ത് ഈ മാസം അവസാനിക്കുമ്പോൾ ഈ എക്സ്പയറി തീരുകയാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അടുത്ത മാസം ആകുമ്പോൾ നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് കറണ്ട് മന്തായിട്ട് മാറും. അതേമാതിരി ഫാർ മന്ത് എന്ന് പറഞ്ഞ് ഇപ്പം നിൽക്കുന്നത് എന്തായിട്ട് മാറും? നെക്സ്റ്റ് മന്തായിട്ട് മാറും. അപ്പോൾ ഇതേ ഡിഫറൻസ് അവിടെയും ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഈ കറണ്ട് മന്തും സ്പോട്ടും തമ്മിലുള്ള മാസം അവസാനിക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒന്നായിട്ട് വരികയാണ്. അതേമാതിരി കറണ്ട് മന്തും തൊട്ടടുത്ത നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറും തമ്മിലുള്ള സ്പോട്ടും നെക്സ്റ്റ് മന്തും ഫ്യൂച്ചറും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ 9 പോയിന്റ് നിൽക്കുന്നു. ഇനിയും ഏതാണ്ട് 10 ദിവസത്തോളം ട്രേഡ് പോകാനുണ്ട്, ഈ മാസം അവസാനിക്കാനുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ 9 എന്നുള്ളത് നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറിൻ്റെ ഗ്യാപ്പും സ്പോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 9 രൂപ എന്നുള്ളത് ചിലപ്പോൾ ഒരു 5 രൂപയിലേക്ക് വീണ്ടും കുറയുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ ആവറേജ് 5-6 രൂപ നമ്മൾ വയ്ക്കും. ഒരു 6 രൂപ ഡിഫറൻസ് സ്പോട്ടും നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറും തമ്മിൽ 6 രൂപയുടെ ഡിഫറൻസ് ആണെങ്കിൽ അതേമാതിരി അടുത്ത മാസവും ദ നെക്സ്റ്റ് മന്ത് വാട്ട് വിൽ ഹാപ്പൻ? അടുത്ത മാസവും ഈ പറയുന്ന അടുത്ത മാസത്തെ കറണ്ട് മന്ത് ഏതാണ്? ഈ മാസത്തെ നെക്സ്റ്റ് മന്ത് ആണല്ലോ അടുത്ത മാസത്തെ കറണ്ട് മന്ത്. അപ്പോൾ ആ മന്തും അതിൻ്റെ തൊട്ടടുത്ത മാസം എന്ന് പറയുന്നത് ഇന്നത്തെ ഫാർ മന്താണ്, അടുത്ത മാസത്തെ നെക്സ്റ്റ് മന്തും അതും തമ്മിലുള്ള ഡിഫറൻസ് ഇതേമാതിരി ഒരു 5-6 പോയിന്റിലേക്ക് ചുരുങ്ങണ്ടേ? ഇപ്പം നിൽക്കുന്ന 13 രൂപ പോയിന്റിൽ നിന്നും 6 രൂപയിലേക്ക് വരണ്ടേ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ പോയിന്റ് വ്യക്തമായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണൂ, എങ്കിലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ഇന്നത്തെ കറണ്ട് മന്ത് ഈ മാസം അവസാനിക്കുമ്പോൾ കംപ്ലീറ്റ് ആയി. ഇന്നത്തെ നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് ഈ മാസം അവസാനം കഴിഞ്ഞ് അടുത്ത മാസം തുടങ്ങുമ്പോൾ അതായിരിക്കും കറണ്ട് മന്തായിട്ട് മാറുക. ഇന്നത്തെ ഫാർ മന്ത് എന്ന് പറയുന്നത് അതായിരിക്കും അടുത്ത മാസത്തെ നെക്സ്റ്റ് മന്തായിട്ട് മാറുക. ഇന്നത്തെ സ്പോട്ടും നെക്സ്റ്റ് മന്തും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 9 രൂപയാണെങ്കിൽ അത് കുറഞ്ഞ് ഏതാണ്ട് അവസാനിക്കുമ്പോൾ അതൊരു 5-6 രൂപയാകാൻ സാധ്യതയുണ്ട്. ആ 6 രൂപ മൈനസ് ഈ 13 രൂപ നിങ്ങൾ നോക്കൂ, 6 - 11 ഏതാണ്ട് 7 രൂപയുടെ ടാർഗറ്റ് നമുക്ക് കിട്ടും. എന്ത് ചെയ്താൽ ഇന്നത്തെ അല്ലെങ്കിൽ അടുത്ത മാസത്തെ ഇപ്പം തന്നെ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തന്നെ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ എത്ര നിൽക്കുന്നു? 9.45 മൈനസ് അല്ലേ 13.7 മൈനസ് 9.45 ഓൾമോസ്റ്റ് 4.25 റുപ്പീസിൻ്റെ ഡിഫറൻസ് നെക്സ്റ്റ് മന്തും ഫാർ മന്തും തമ്മിലുള്ള ഡിഫറൻസിൽ ഇപ്പോൾ ഉണ്ട്. 4.25 ഇൻറ്റു എത്രയാണ് നമ്മൾ കണ്ടത്? ജൂബിലിയൻ ഫുഡ് വർക്കിൻ്റെ ഒരു ലോട്ട് സൈസ് എത്രയാണ്? ഫ്യൂച്ചേഴ്സിൻ്റെ ലോട്ട് കോൺട്രാക്ട് സൈസ് 1250 ആണ്. 1250 ആണെങ്കിൽ ഇൻറ്റു 1250 ആണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എന്ന് പറയുന്നത് 5312 റുപ്പീസ്. 5300 റുപ്പീസിൻ്റെ മിനിമം നമുക്ക് പ്രോഫിറ്റ് പ്രോബബിലിറ്റി കിട്ടും. എന്നാൽ അതേ സാധനത്തിൽ നമുക്ക് എത്ര അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നോക്കൂ. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നമുക്ക് ഓൾമോസ്റ്റ് അറൗണ്ട് ജൂബിലിയൻ ഫുഡ് വർക്ക്സിൻ്റെ ക്യാപിറ്റൽ ഇതിപ്പോൾ കമ്പാരിറ്റീവ്ലി
ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വെറും 21,000 രൂപ അല്ലെങ്കിൽ 22,000 രൂപയാണ് റിക്വയർഡ് ക്യാപിറ്റൽ കാണിക്കുന്നത്. അതേമാതിരി മാക്സ് പ്രോഫിറ്റിൻ്റെ ആക്ച്വലി മാക്സ് പ്രോഫിറ്റ് പറയുന്നത് എത്ര 15,000 രൂപ, ഏതാണ്ട് 73%. നമ്മളിവിടെ വളരെ കൺസർവേറ്റീവായിട്ട് നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് തന്നെ 5,300 റുപ്പീസ് പ്രോഫിറ്റ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചെറുതായിട്ട് തോന്നാം, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണ്? വെറും 21,000 രൂപ. പോട്ടെ, എല്ലാ ചാർജസും പോയിട്ട് 22,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5,000 കിട്ടുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആയി? 20% പെർ മന്ത്. ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര? 20%. ഇറ്റ്സ് എ ഹ്യൂജ് പ്രോഫിറ്റ് ഫോർ എ ബെസ്റ്റ് ട്രേഡർ. ഒരു പ്രൊഫഷണൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു നല്ല പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡ് കണ്ടെത്തുക. എന്നിട്ട് അതിൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എന്ന് പറയുന്നത് തന്നെ 57% ആണ് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇതുപോലുള്ള അപ്പോൾ 1 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് 1 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾ 4 ലെഗിൽ പോകരുത്, പകരം 3 ആക്കുക. കുറച്ച് എമൗണ്ട് എന്തിനു വേണ്ടി വെക്കുക? നമ്മൾ റിസ്ക് മാനേജ് ചെയ്യാൻ വെക്കുക, അല്ലെങ്കിൽ പകുതി എടുക്കുക. 1 lakh ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ലോട്ട് ട്രൈ ചെയ്യൂ. അങ്ങനെ 50% റിസ്ക് മാനേജ്മെൻറ്റ്, 50% പോലും വേണ്ട. ഇതിപ്പോൾ ആകെ 21,000 ഓൾമോസ്റ്റ് 42,000-43,000 വരത്തുള്ളൂ. ബാലൻസ് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ അക്കൗണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, റിസ്ക് മാനേജ്മെൻറ്റിന് നിങ്ങൾക്ക് ഒതുക്കി വെക്കാനും പറ്റും. ഇറ്റ്സ് എ ഫാൻറ്റാസ്റ്റിക് സ്ട്രാറ്റജി. ഏത് ഫാൻറ്റാസ്റ്റിക് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒന്നും ഫാൻറ്റാസ്റ്റിക് ആകത്തില്ല. എന്താ പറയുക, അത് റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം. ഡൗട്ട്സ് ഒത്തിരി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഞാൻ പരമാവധി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് തരാൻ കഴിയും. പക്ഷെ ഡൗട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഡിഫറൻസ്, സ്പോട്ട് മാർക്കറ്റിൻ്റെ ഡിഫറൻസ്, കറണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്, കറണ്ട് മന്തിൻ്റെ ഫ്യൂച്ചേഴ്സിന് നിങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മാസത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ നിങ്ങൾ കറണ്ട് മന്തിനെ എടുക്കൂ. കറണ്ട് മന്തും നോട്ട് നെക്സ്റ്റ് മന്ത്, ഫാർ മന്തും തമ്മിലുള്ള വേരിയേഷൻ, കറണ്ട് മന്തും ഫാർ മന്ത് ഫ്യൂച്ചറും തമ്മിലുള്ള നടുക്കുള്ള നെക്സ്റ്റ് മന്തിനെ നോക്കരുത്. കറണ്ട് മന്തിൻ്റെയും ഫാർ മന്ത് ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ്, അത് ഹ്യൂജ് ഡിഫറൻസ് ഏതിനാണോ ഉള്ളത് അതിന് നിങ്ങൾ സുഖമായിട്ട് ഫാർ മന്ത് ഫ്യൂച്ചറിന് നിങ്ങൾ കൂടുതൽ വിലയുള്ളതിന് നിങ്ങൾ സെല്ല് ചെയ്യുക, കറണ്ട് മന്ത് ഫ്യൂച്ചറിന് ബൈയും ചെയ്യുക. അപ്പോൾ ഈ തമ്മിലുള്ള ഡിഫറൻസ് അതാ ഞാൻ പറഞ്ഞ മാസത്തിൻ്റെ തുടക്കത്തിൽ ഈ സ്ട്രാറ്റജി നിങ്ങൾ ഡിപ്ലോയ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, പലർക്കും വേറെ 1-2 ചെറിയ കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പറയുന്ന കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തൊന്നും പറയേണ്ട കാര്യമില്ലെന്ന്. 100% ഞാൻ പറയുന്നു, അങ്ങനെ പറയാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് പലർക്കും ഇതൊന്നും മനസ്സിലാകാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അല്ലാണ്ട് എനിക്ക് റിപ്പീറ്റ് ചെയ്തതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും നേടാനൊന്നുമല്ല. സോ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ പോലും പലർക്കും തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. സോ ആ തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അങ്ങനെ ആവർത്തനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. പലർക്കും അത് ഗുണകരമായിട്ട് വരുന്നുണ്ട്. ചിലർക്ക് ക്യാച്ച് ചെയ്യാനുള്ള പവർ നല്ല പെട്ടെന്ന് ക്വിക്കായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടായിരിക്കാം അവർക്കങ്ങനെ റിപ്പീറ്റഡിൻ്റെ ആവശ്യം വരാതെ തോന്നുന്നത്. അങ്ങനെയുള്ളവർ ദയവായി ക്ഷമിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമിക്കുക. ഓക്കെ, എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട്, വളരെ ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി ഈ വീഡിയോ ഇതും ഇനി എൻ്റെ എല്ലാ വീഡിയോ ഫോർമാറ്റ്സും ഞാൻ പ്രസൻറ്റേഷൻ ഫോർമാറ്റ്സും കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ കഴിയുന്നതും അത് കുറയ്ക്കാൻ ശ്രമിക്കാം. ബട്ട് ഇൻ സം കേസസ് ഇറ്റ് ഈസ് എ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ആയതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഫ്രം മൈ ഹാർട്ട്, നോട്ട് ഫ്രം മൈ മൈൻഡ്. ഞാൻ എഴുതി വെച്ചിട്ടോ ഒന്നും വായിച്ചിട്ടല്ല ഒന്നും നിങ്ങളോട് ഞാൻ പറയാൻ ഇരിക്കുന്നത്. ഏത് കാര്യവും ഞാനത് പരമാവധി എക്സ്പെരിമെൻറ്റ് നടത്തിയതിന് ശേഷം അതിനകത്ത് കാമ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിനെ കൂടുതലായിട്ട്, അങ്ങനെയുള്ള സാധനത്തിന് കാമ്പില്ലാത്ത സാധനങ്ങളും ഉണ്ട് കേട്ടോ പലതും, അതില്ലാന്ന് പറയുന്നില്ല, ടു ബി ഫ്രാങ്ക്. പക്ഷെ കാമ്പുള്ള സാധനത്തെ അതിൻ്റെ യഥാർത്ഥ സത്ത നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനതിനെ ചിലപ്പോൾ റിപ്പീറ്റഡായിട്ട് പറയേണ്ട സാഹചര്യം വരുന്നത്. ഐ എം എക്സ്ട്രീംലി സോറി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ദെൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഹൈപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.